വിരുദ്ധ അന്താരാഷ്ട്ര ദിനത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് ഈ എൻസൈം ബൗണ്ടഡ് ആയിട്ടുള്ള ടോപ്പോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപാദനമാണ്. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഹോർമോൺ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാത്രി കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഉറക്കം വിളിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം ഇല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഉറക്കമെല്ലാം മാറ്റി വെച്ചിട്ട് 1 മണി വരെ വർത്തമാനം പറയുന്നത്, ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ഇതേ എൻസൈം അല്ലെങ്കിൽ ഇതേ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഏരിയ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ സിഗരറ്റ് അതേപോലെയുള്ള അല്ലെങ്കിൽ മദ്യം പോലെയുള്ള ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അതാരും നിങ്ങളെ നിർബന്ധിച്ചാലും നിങ്ങൾ ആ വഴിയിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം അവരുടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ജീവിതത്തിലുടനീളം പിന്തുടരുവാനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യണം. ഒരു സ്പീച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡെമോഗ്രാഫിക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അത് ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുണ്ട്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ കാര്യഷ്മാരി അല്ലെങ്കിൽ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? അതിൽ സെൻസസിന്റെ ടോട്ടൽ പോപ്പുലേഷനെ 3 ആയിട്ട് ഇങ്ങനെ തരംതിരിക്കാറുണ്ട്. ഒന്ന് ഫെർട്ടിലൈസേഷൻ്റെതായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ പ്രീ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന കാര്യം, ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉള്ള ആ ആൾക്കാരുടെ നമ്പർ ക്രമാതീതമായിട്ട് കൂടി വരികയാണ്. കാരണം നമ്മുടെ ഈ ഒരു ഹെൽത്തിൻ്റെ ഒരു കെയറും അതിലൂടെ നടക്കുന്ന ഒരുപാട് ഇൻവെൻഷനുകളുണ്ട്. ഈ ഏജിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസേഷനാണ്, അവരാണ് ഭാവിയിൽ രാജ്യം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുക. ഇതിൻ്റെ നമ്പർ വളരെയേറെ കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞു വരുന്നതിൽ തന്നെ ഏകദേശം ഒരു 50% രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള മാർഗങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുക, അതിനോട്ട് കൊണ്ടുപോകുക. ഇതെല്ലാം പിന്നെ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള ഇപ്പോഴുള്ള നിങ്ങളെ പോലെയുള്ള 50% ഉള്ള ജനങ്ങളാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഈ മയക്കുമരുന്നും മദ്യവും മറ്റുള്ളതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള യുവജനങ്ങൾ നമുക്കുണ്ടായി വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രംഗങ്ങളിൽ ഇതുപോലെ വലിയൊരു ക്യാമ്പയിനുകൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ. കാരണം ഭാവി എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ജീവിതമെല്ലാം ഇവിടെയാണ് അല്ലേ? അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഈ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ള